ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഏതാണ്? സർപ്രൈസിംഗ്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ഫാറ്റ് തന്നെയാണ്. ഒന്നാമത്തെ റീസൺ, നമ്മൾ ബാക്കിയുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് മൊത്തത്തിൽ ഒഴിവാക്കി പ്രോട്ടീനെ ലിമിറ്റ് ചെയ്ത് നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ കൂടുതൽ കാലറീസ് ഫാറ്റിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയെ നമ്മൾ ഫാറ്റ് കൊണ്ട് പ്രവർത്തിക്കാൻ ട്രെയിൻ ചെയ്യുകയാണ്. അത് നമ്മുടെ സെല്ലുലാർ ലെവലിൽ, നമ്മുടെ മൈറ്റോകോൺട്രിയൽ ലെവലിൽ വരെ ചേഞ്ചസ് വരുത്തും. അങ്ങനെ നമ്മുടെ ബോഡി ഫാറ്റിൽ നിന്നും എനർജി എടുത്ത് പ്രവർത്തിക്കാനായിട്ട് എഫിഷ്യൻ്റ് ആവും. രണ്ടാമത്, ഇൻസുലിൻ ഒട്ടും സ്പൈക്ക് ചെയ്യാത്തൊരു ഫുഡാണ് ഫാറ്റ്. ഇൻസുലിൻ നമ്മൾ ലോ ആയിട്ട് നിർത്തുമ്പോൾ ഫാറ്റ് ബേണിംഗ് ഹോർമോൺസ് കൂടുതലായിട്ട് ട്രിഗർ ആവും. അപ്പോൾ ഫാറ്റ് ബേണിംഗ് കൂടുതൽ നടക്കും. അതുകൊണ്ട് തന്നെയാണ് കീറ്റോ ഡയറ്റും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗും ഒക്കെ ഒത്തിരി റിസൾട്ട് തരുന്നത്. ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് കീറ്റോ ഡയറ്റും കമ്പൈൻ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോഴാണ്. കീറ്റോ ഡയറ്റ് എടുക്കാനായിട്ട് പലർക്കും ഉള്ള കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എക്സ്പെൻസീവ് ആണ്, കാശ് ഒത്തിരി ചിലവാകും, ബഡ്ജറ്റിൻ്റെ കൺസേൺ, പിന്നെ ഫാറ്റ് ഒത്തിരി കഴിക്കാമോ, മീറ്റ് ഒത്തിരി കൺസ്യൂം ചെയ്യാമോ എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ്. കേരളത്തിൽ കിട്ടുന്ന ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒത്തിരി വെജിറ്റബിൾസും പിന്നെ കുറച്ചൊക്കെ മീറ്റും പിന്നെ ഫാറ്റ്സും ഹെൽത്തി ഫാറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കീറ്റോ പ്ലാൻ ഞാൻ എൻ്റെ ക്ലയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാനത് ഡയറ്റ് പ്ലാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുക, ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക. പിന്നെ കീറ്റോയിൽ ചീറ്റ് മീൽ ഇല്ല കേട്ടോ. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കീറ്റോ ഡയറ്റിലേക്ക് പോകരുത്. ഓക്കെ, സോ അപ്പോൾ ഒരു തീരുമാനം എടുക്കുക, ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക. താങ്ക് യു.